എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിലിപ്സിൻ്റെ RM210 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോണോ കാസറ്റ് റെക്കോർഡർ നമ്മളത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പോവുകയാണ്. 2010-11 കാലഘട്ടത്തിലാണ് ഈ RM210യും അതുപോലെ തന്നെ RR216 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ് കൂടെ. അത് രണ്ടും മാർക്കറ്റിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മോഡൽ, ഈ കാണിച്ചിരിക്കുന്ന മോഡലിൽ കാസറ്റ് പ്ലെയർ മാത്രമേ ഉള്ളൂ. കാസറ്റ് പ്ലെയർ പ്ലസ് റെക്കോർഡർ. RR216 റേഡിയോയും കൂടെ ഇൻബിൽട്ട് ആയിരുന്നു. കുറേ കാലത്തിന് ശേഷം ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. 90s ഇതിൻ്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. പിന്നീട് അതിന് കാസറ്റ് പ്ലെയർ മാറി, പിന്നെ CD ടെക്നോളജി വന്നു. അതിനുശേഷം പിന്നെ ഇതിനെ കാണാനേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് വാങ്ങിച്ച കുറേ കാസറ്റ്സൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിച്ച് കേൾക്കാനായിട്ട് ഞാൻ ആ സമയത്ത് വാങ്ങിച്ചതാണ്. 2010 വാങ്ങിച്ചതാണിത്. പക്ഷേ ഇപ്പോഴും ചില വെബ്സൈറ്റിലൊക്കെ ഇതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്. നമുക്കത് 1-2 അവൈലബിളായിട്ട് കാണുന്നുണ്ട്. കുറേയൊക്കെ സോൾഡ് ഔട്ടാണ്. ഓക്കെ, അപ്പോൾ അന്ന് വാങ്ങിച്ചതിന് നമ്മൾ ഇപ്പം ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1000 രൂപയോളമാണ് അതിൻ്റെ വില ആ സമയത്ത് ഉണ്ടായിരുന്നത്. നമുക്കിതെടുത്തൊന്ന് ജസ്റ്റ് നോക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് പാർട്ടുകളൊക്കെ നമുക്കെടുത്ത് വാഷ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു മഴയുള്ള ദിവസമാണ്. എത്രത്തോളം ഉണങ്ങി കിട്ടുമെന്നറിയില്ല, എങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ അതിനൊന്ന് ശരിയാക്കി വാഷ് ചെയ്ത് അത്യാവശ്യ രീതിയിൽ ഉണക്കി നമുക്കെടുത്ത് നോക്കാം. ആദ്യം സ്പീക്കർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇലക്ട്രിക് പാർട്ടുകളും സ്പീക്കർ എടുത്തു, പക്ഷെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ഈ ഒരു കണക്ടർ, ഈ ഒരു കണക്ഷൻ ഒരെണ്ണം മിസ്സിങ് ആണ്, ഒരെണ്ണം പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതുപോലെ ഈ ഡെക്ക് മെക്കാനിസം എടുത്ത് നോക്കിയപ്പോഴേ അതിലും കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. കുറേ ഗിയറുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ആ ഗിയർ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു ഡെക്ക് സംഘടിപ്പിച്ചിട്ട് അതെടുത്തിട്ട് റീഫിക്സ് ചെയ്യണം. അടുത്തായിട്ട് ട്രാൻസ്ഫോമർ ഇളക്കി മാറ്റാൻ നോക്കുകയാണ്. ചെറിയ ട്രാൻസ്ഫോമറാണ്, 6 വോൾട്ടിൻ്റെ 232 6 വോൾട്ടിൻ്റെ ചെറിയ ട്രാൻസ്ഫോമറാണ്. അത് 2 സ്ക്രൂ ആയിട്ടാണ് അത് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ AC കോഡ് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് വേറെ കണക്ടറോ ഒന്നുമല്ല, ഡയറക്റ്റ് സോൾഡറിങ് ആണ്. അപ്പോൾ ജസ്റ്റ് എടുത്തു. ഇനി നമ്മൾ ആ ഒരു പഴയ അത് എടുത്ത് സ്ക്രൂ അതിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ ഇല്ലാതെ മിസ്സാവാതെ നമുക്ക് വീണ്ടും റീസെറ്റ് ചെയ്യുമ്പം എളുപ്പമായിരിക്കും. ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് വരുന്നത് AC കോഡിൻ്റെ ഇൻപുട്ട്. നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. പിന്നീട് നമുക്കത് റീസെറ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും സോൾഡർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ പാർട്സുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക്കൽ പാർട്ടുകൾ നമുക്ക് മാറ്റി വയ്ക്കാം, വാഷ് ചെയ്യാത്ത പാർട്ടുകൾ മാറ്റി വയ്ക്കാം. ബാക്കി എല്ലാം നമുക്ക് വാഷ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ഇന്ന് മഴയുള്ള ദിവസമായ കാരണം എങ്ങനെ ഉണങ്ങി കിട്ടുമെന്നൊന്നും അറിയില്ല. തൽക്കാലം കഴുകി ഉമ്മറത്ത് വെച്ചിട്ടുണ്ട്. വെയിൽ വരുമ്പം പുറത്തേക്ക് എടുത്ത് വയ്ക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്ത ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ്. ഓക്കെ, ഈ ഡെക്ക് എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഗിയറൊക്കെ പോയിട്ടുണ്ട്, വീലറൊക്കെ ഇതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്ക് ഇതാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഇതായി തന്നെ ഫുള്ള് നമുക്ക് തുടച്ചെടുക്കാം. അടുത്ത് സാധാരണ ചെയ്യുന്ന പോലെ സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്, VCC ഗ്രൗണ്ടും. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഈ ബോർഡിന് പുതിയ കമ്പോണൻറ്റ്സ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതായത് ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ ഓൾറെഡി പോയി കാണും. അത് പുതിയത് ഇട്ടിട്ട്, എൻ്റെ കയ്യിൽ കുറച്ചുണ്ട് പുതിയത്, അതിട്ടിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ മഴ വരാൻ പോവാണ് കേട്ടോ. കമ്പോണൻറ്റ്സ് ഡീസോൾഡറിങ് പമ്പ് വെച്ചിട്ടാണ് കേട്ടോ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. ഞാൻ പുതിയൊരു ഡീസോൾഡറിങ് പമ്പ് ഇന്ന് വാങ്ങിച്ചായിരുന്നു. അതാണ് ഓൺലൈനിൽ വന്ന ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത്. പക്ഷേ അത് ഒട്ടും ഗുണമില്ല. കാരണം അത് നമ്മുടെ ലെഡ് ഹീറ്റ് ആവുന്നില്ല. ഹീറ്റർ പ്ലസ് പമ്പ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ. പക്ഷേ അത് പ്രോപ്പറായിട്ട് അത് ഹീറ്റ് ആവുന്നില്ല. മാത്രമല്ല പമ്പ് ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നു. അതിൻ്റെ ഫങ്ഷൻ അത് ശരിക്കും സക്ക് ചെയ്യുന്നില്ല.
പൈസ പോയി, തിരിച്ചു കൊടുക്കാൻ പറ്റിയെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഇനി ഈ മെക്കാനിക്കൽ ഡെക്കിന് ഞാൻ ഓരോ പാർട്ടുകൾ ഡിസ്മാൻറ്റിൽ ചെയ്യാൻ പോവാണ്. എനിക്കറിയില്ല ആരെങ്കിലും ഇതുപോലെ ചെയ്തതായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഓരോ പാർട്ടുകളും വളരെ കെയർഫുള്ളായിട്ട് എടുത്തിട്ട് ഡിസ്മാൻറ്റിൽ ചെയ്തിട്ട് അതുപോലെ തന്നെ തിരിച്ച് വയ്ക്കുക. അതുപോലെ പോയ പാർട്ടുകൾ വേറെ ഉണ്ടോ നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ അത് ജസ്റ്റ് റീപ്ലേസ് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഓരോരോ പാർട്ടിലായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ റോളർ പൊട്ടിയിട്ടുണ്ട്. ഇനി ഹെഡ് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഹെഡിന് 2 സ്ക്രൂ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഈ കാണുന്ന സ്ക്രൂവിന് അസിമത്ത് സ്ക്രൂ എന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ടൈറ്റിങ്ങിന് വേണ്ടിയിട്ടില്ല, സ്പ്രിങ് വെച്ച് ലോഡ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്തിനാ വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. സൗണ്ട് നമുക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഈ അസിമത്ത് സ്ക്രൂ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കറക്റ്റ് സൗണ്ടിൻ്റെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കൊടുത്തു ഈ സാധനം അങ്ങനെ വളരെ സ്പീഡിൽ ഞാൻ കാണിക്കുകയാണ്. ഒരുവിധം എല്ലാ കമ്പോണൻസും അതിൽ നിന്ന് വേർപ്പെടുത്തിയെടുത്തു. ആ മെറ്റൽ ഷീറ്റുകളും മെയിൻ മെറ്റൽ ഷീറ്റും പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് ഞാനത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സേവ് ചെയ്ത് അടുത്ത വീഡിയോയിലായിരിക്കും ഇത് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുക. സ്പ്രിങ്ങും മറ്റു കാര്യങ്ങളും അതുപോലെ നോക്കി റീസെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാർട്ടിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അത് അസംബിൾ ചെയ്യുന്നു, പിന്നെ ബോർഡ് ഞാൻ എല്ലാ കമ്പോണൻസും റീപ്ലേസ് ചെയ്തു. ബോർഡിൽ IC പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്, അത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ഇനി അടുത്ത ആഴ്ചകളിൽ വരാൻ പോകുന്നത്. ഓക്കെ, ശരി.